ഹിന്ദുക്കളുടേത് മാത്രമാകുകയാണോ? ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസൽമാനും ക്രിസ്ത്യാനിയും വലിയ തോതിൽ രാജ്യം വിടുകയാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. 15% ജനസംഖ്യയുള്ള മുസ്ലിം വിഭാഗക്കാർക്കിടയിൽ ഭൂരിപക്ഷം പേരും ഇന്ത്യ വിടുകയാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. 15% മാത്രമാണ് ഇന്ത്യയിലെ ആകെ പോപ്പുലേഷനിൽ മുസ്ലിം പോപ്പുലേഷൻ. എന്നാൽ അതിലെ 33% ആളുകളും ഇന്ത്യ വിടുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഇന്ത്യയിലെ ജനങ്ങൾ വിദേശ രാജ്യം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇവിടുത്തെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക അവസ്ഥയാണോ ഇവരെ രാജ്യത്തു നിന്നും കടൽ കടത്തുന്നത്? നമുക്ക് പരിശോധിക്കാം. അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് ആളുകൾ കുടിയേറുന്നത് വലിയൊരു സംഭവമല്ല. അത് കുറെ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. ഇത്തരം കുടിയേറ്റങ്ങൾ ജനതകളുടെ സംഘടിതമോ അസംഘടിതമോ ആയ ചേക്കേറലാണ് കുടിയേറ്റം എന്നറിയപ്പെടുന്നത് പോലും. വളരെ പ്രാചീന കാലം മുതലേ ഉള്ളൊരു പ്രതിഭാസമാണിത്. കൃഷിയുടെ വ്യാപനത്തിനും പ്രദേശങ്ങളുടെ സർവോത്മുഖമായ വികസനത്തിനും സാമ്പത്തിക രംഗത്തെ വികസനത്തിനും അതേപോലെ സാമൂഹികവും സാംസ്കാരികവുമായ ഉണർവിനും കുടിയേറ്റങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇന്നും സ്ഥിരം നടക്കുന്ന പ്രതിഭാസമാണ് കുടിയേറ്റങ്ങൾ. സാമ്പത്തികവും സാമൂഹികവും തന്നെയാണ് ഇപ്പോഴത്തെയും പ്രധാന കാരണം. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യത്തേക്ക് പലായനം ചെയ്യുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഠനാവശ്യത്തിനും ജോലിക്കും മികച്ച ജീവിത നിലവാരം തേടിയുമൊക്കെയാണ് ഇന്ത്യക്കാർ രാജ്യം വിടുന്നത്. ഒരു കാലഘട്ടം വരെ ഗൾഫ് കുടിയേറ്റം വളരെ കൂടുതലായിരുന്നു നമ്മുടെ നാട്ടിൽ. എന്നാൽ പല ഗൾഫ് രാജ്യങ്ങളിലും സ്വദേശീവൽക്കരണം ആരംഭിച്ചതോടെ പലർക്കും ജോലി നഷ്ടമാകുന്ന അവസ്ഥയിലേക്കെത്തി. ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഇന്ത്യയിൽ നിന്നും കുടിയേറ്റം നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമല്ല, യൂറോപ്പിലേക്കുള്ള വലിയ കുടിയേറ്റമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നല്ലൊരു ശതമാനവും യുവാക്കളാണെന്നതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഇപ്പോഴിതാ ഇന്ത്യയിലെ മതം തിരിച്ചുള്ള കുടിയേറ്റ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ അസ്തിത്വം പോലും. വിവിധ ജാതി മത ഭാഷകൾ ഒന്നിച്ചു ചേരുന്ന അധികമെങ്ങും കാണാനാകാത്ത ബഹുസ്വരതയാണ് രാജ്യത്തിന്റെ ശക്തിയും. ഈ ബഹുസ്വരതയും വ്യത്യസ്തതയും ഒക്കെ തന്നെ ഇന്ത്യക്കാരുടെ കുടിയേറ്റത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ജീവിക്കുന്നവരുടെയും ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറവരുടെയും മതാടിസ്ഥാനത്തിലുള്ള ആനുപാതം തികച്ചും വ്യത്യസ്തമാണെന്ന കണ്ടെത്തലുമായി വന്നിരിക്കുകയാണ് അമേരിക്ക ആസ്ഥാനമായ പ്യൂ റിസർച്ച് സെന്റർ. ഇന്ത്യയിൽ ജീവിക്കുന്നവരിൽ ഏകദേശം 80% പേർ ഹിന്ദു മതവിശ്വാസികളാണ്. ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിലേക്ക് കുടിയേറുന്നവരിൽ 41% മാത്രമാണ് ഹിന്ദുക്കളെന്ന് ലോക കുടിയേറ്റങ്ങളുടെ മതപരമായ ഘടനയെക്കുറിച്ചുള്ള സർവേയുടെ ഫലം വെളിപ്പെടുത്തുന്നു. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇസ്ലാം മതവിശ്വാസികളുടെ കാര്യം. ഇന്ത്യയിൽ ജീവിക്കുന്നവരിൽ 15% മാത്രമാണ് മുസ്ലിങ്ങൾ. എന്നാൽ ഇന്ത്യയിൽ നിന്നും കുടിയേറുന്നവരിൽ 33% മുസ്ലിങ്ങളാണെന്നാണ് സർവേ ഫലം കാണിക്കുന്നത്. അതിലും വിചിത്രമാണ് ക്രിസ്തുമത വിശ്വാസികളുടെ കാര്യം. ഇന്ത്യയിലെ ജനങ്ങളിൽ ഏകദേശം 2% മാത്രമാണ് ക്രിസ്ത്യാനികളുള്ളത്. എന്നാൽ ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിൽ കുടിയേറിയവരിൽ 16% ക്രിസ്ത്യാനികളാണെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജനസംഖ്യ ആനുപാതത്തിന് അനുസരിച്ചല്ലാത്ത രീതിയിൽ ക്രമാതീതമായാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. സിഖ്, ജെയിൻ തുടങ്ങിയ മതങ്ങളിൽ നിന്നുള്ളവരും ഇത്തരത്തിൽ ആനുപാതികമല്ലാത്ത തരത്തിൽ ഇന്ത്യ വിട്ടിട്ടുണ്ടാകാമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനത്തിന് നേതൃത്വം നൽകിയ സ്റ്റെഫാനി ക്രാമർ അഭിപ്രായപ്പെടുന്നത്. ആഗോളാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ 280 മില്യണിലധികം പേർ, അല്ലെങ്കിൽ ലോക ജനസംഖ്യയുടെ 3.5% പേർ കുടിയേറ്റക്കാരാണ്. 2020 കണക്കുകൾ പ്രകാരം ലോകത്തെ കുടിയേറ്റക്കാരിൽ 47% പേരും ക്രിസ്ത്യാനികളാണ്. കൂടാതെ 29% മുസ്ലിങ്ങളും 5% പേർ ഹിന്ദുക്കളുമാണ്. 4% ബുദ്ധമതക്കാരും 1% മാത്രം ജൂതന്മാരും കുടിയേറ്റക്കാരാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ രേഖകളെയും 270ഓളം സെൻസസ് ഡാറ്റകളെയും സർവേകളെയും അടിസ്ഥാനപ്പെടുത്തി പ്യൂ റിസർച്ച് സെന്റർ പറയുന്നത്. അംഗീകൃതമല്ലാത്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരിലും നിരീശ്വരവാദികളിലും 13% പേർ സ്വന്തം രാജ്യം വിട്ട് മറ്റിടങ്ങളിൽ താമസിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സ്വന്തം ജന്മസ്ഥലം വിട്ട് മറ്റിടങ്ങളിൽ താമസിക്കുന്നവരെയാണ് കുടിയേറ്റക്കാർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് വന്നവരുടെ മതഘടന രാജ്യത്തെ മതഘടനയോട് സമാനത പുലർത്തുന്നതാണെന്ന് പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ ലോക ജനസംഖ്യയിൽ 15% ഹിന്ദുക്കൾ ഉണ്ടെങ്കിലും കുടിയേറ്റക്കാരിൽ അത് 5% മാത്രമാണുള്ളത്. ഹിന്ദുക്കൾ കൂടുതലായി ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാവാം കാരണമെന്നാണ് കാർബർ ഇതിനെക്കുറിച്ച് പറയുന്നത്. 2010 കണക്കുകൾ പ്രകാരം ഏഷ്യയിൽ ജീവിക്കുന്ന ഹിന്ദുക്കളിൽ 90% ഇന്ത്യയിലും നേപ്പാളിലുമായാണ് കഴിയുന്നത്. ഈ നില തുടരും എന്ന് തന്നെയാണ് ഗവേഷകർ പറയുന്നത്. വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നും കൂട്ടത്തോടെയുള്ള കുടിയേറ്റം ഉണ്ടായിട്ടില്ല. അതിന് വിപരീതമായി മറ്റു മതവിഭാഗക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറാനും തുടങ്ങി. ഹിന്ദുക്കൾ പൊതുവെ സ്വന്തം നാട് വിട്ടുപോകാൻ മടിക്കുന്നവരാണെങ്കിലും ഏറ്റവും ദൈർഘ്യമേറിയ ശരാശരി കുടിയേറ്റ ദൂരം ഹിന്ദുക്കൾക്കാണുള്ളത്. 4988 കിലോമീറ്റർ ദൂരെ വരെയാണ് ഇന്ത്യയിൽ നിന്നും ഹിന്ദുക്കൾ കുടിയേറിയിട്ടുള്ളത്. ഇത്തരം കണക്കുകൾ നമ്മളോട് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. മതന്യൂനപക്ഷങ്ങൾ ഇവിടെ സുരക്ഷിതരാണോ എന്ന് അതിന്റെ ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തണം.